ഹലോ, ഞാൻ റെജീന, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എക്സസൈസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ വ്യായാമത്തെക്കുറിച്ച്. നമ്മൾ പലരും എക്സസൈസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. പക്ഷേ ഈ എക്സസൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡിപ്രഷനിലൂടെ പോകുന്ന ആൾക്കാരെയും അല്ലെങ്കിൽ ഡിപ്രസീവ് സിംറ്റംസ് കാണിക്കുന്ന ആൾക്കാരിലും നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനായിട്ട് എക്സസൈസ് ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത്. കാരണം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പം ഈ സെറോട്ടോണിൻ്റെ അളവ് കൂടുകയും നമുക്കത് നന്നായിട്ട് ഉറങ്ങാനും നമ്മുടെ മൂഡും ഇമോഷനും ഒന്നുകൂടി ബെറ്റർ ആവാനും ഈ സെറോട്ടോണിൻ സഹായിക്കും. നിങ്ങളിൽ ചിലരെങ്കിലും കേട്ട് കാണും, ചില ആൾക്കാർ കുറച്ച് നടക്കാൻ പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് റിലാക്സ്ഡ് ആയി എന്ന് പറയുന്നതായിട്ട് അല്ലേ. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലൊരു കെമിക്കൽ റിലീസ് ആവുന്നുണ്ട്. അതിൻ്റെ പേരാണ് എൻഡോർഫിൻ എന്ന്. എൻഡോർഫിൻസ് നമ്മുടെ മൂഡിനെ ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് ഈ പറയുന്ന ഒരു ശാന്തമായിട്ടും ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെയൊക്കെ തോന്നിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇത് കൊണ്ട് കൂടിയാണ് നമ്മൾ മിക്കപ്പോഴും എക്സസൈസിനെ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു മൂഡ് ബൂസ്റ്റർ ആയിട്ട് കരുതുന്നത്. എക്സസൈസും കൊണ്ടുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോൾ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് ഹോർമോണായിട്ട് അതിനെ പറയും. നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള മൂവ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ കോർട്ടിസോളിൻ്റെ അളവ് നിയന്ത്രിക്കാനും അതുമൂലം നമുക്ക് സ്ട്രെസ്സൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യാനും അത് സഹായിക്കും. അതുകൊണ്ടാണ് സ്ട്രെസ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ നമ്മൾ എക്സസൈസ് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ റിലീസാവുന്ന മറ്റൊരു കെമിക്കലാണ് നോർഎഡ്രിനാലിൻ. ഈ കെമിക്കലാണ് നമ്മൾ എത്രത്തോളം ഒരു ദിവസം അലേർട്ടാണ്, നമ്മൾ എത്രത്തോളം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു, നമ്മുടെ ഇമോഷൻസൊക്കെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതൊക്കെ നോക്കുന്നത് ഈ കെമിക്കലാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഈ കെമിക്കലിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും അതുകൊണ്ടാണ് നമുക്ക് ആൻസൈറ്റി ഉള്ള ആൾക്കാരിലും അല്ലെങ്കിൽ അറ്റൻഷൻ അധികം പേ ചെയ്യാൻ പറ്റാത്തവരിലൊക്കെ നമ്മൾ മൂവ്മെൻറ്റ് കൂട്ടണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ബ്രെയിന് റെസ്റ്റ്ലെസ് ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഭയങ്കര ഓവർവെൽംഡ് ആയിട്ട് കുറേ ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴൊക്കെ ഈ മൂവ്മെൻറ്റ് നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ ഈ ഹോർമോൺസ് ഒക്കെ റിലീസ് ആവുന്നത് മൂലം നമുക്ക് നമ്മുടെ ഇമോഷൻസ് ഒക്കെ ബെറ്റർ ആയിട്ട് റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കും. ഇപ്പോൾ എക്സസൈസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പം നമ്മളിൽ പലരും, ചില ആൾക്കാർ സമയം കിട്ടാത്തത് മൂലമോ അല്ലെങ്കിൽ സമയം ഉണ്ടാക്കാത്തത് മൂലമോ അല്ലെങ്കിൽ മടി കാരണം അല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര കഷ്ടപ്പാടാന്നൊക്കെ വിചാരിച്ച് എക്സസൈസ് ചെയ്യാത്ത ആൾക്കാർ ഉണ്ടാവുമായിരിക്കാം അല്ലേ. പക്ഷേ എപ്പോഴും ജിമ്മിൽ പോയിട്ട് കുറേ വെയിറ്റൊക്കെ പൊക്കിയിട്ട് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള എക്സസൈസ് തന്നെ ചെയ്യണം എന്നില്ല. നമ്മൾ ഡെയിലി 5-10 മിനിറ്റ് എങ്കിലും നമ്മൾ എന്തെങ്കിലും ലൈറ്റ് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാലും മതി. ചിലപ്പം നടക്കാൻ പോവാനോ അല്ലെങ്കിൽ കുറച്ച് ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ സ്കിപ്പിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊന്നും പറ്റില്ലെങ്കിൽ കുറച്ച് സ്ട്രെച്ചസ് നമ്മുടെ ബോഡിയിൽ ചെയ്താലെങ്കിലും മതി. നമ്മൾ ഒരു അനക്കും ഒരു മൂവ്മെൻറ്റും ഇല്ലാത്തതിലും ഭേദമല്ലേ നമ്മൾ ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത്. നമ്മൾ ഈ ചെറുതായിട്ട് തുടങ്ങുന്നത് നമുക്ക് പിന്നെ അതൊരു ഹാബിറ്റായിട്ട് അത് നമ്മൾ റെഗുലറായിട്ട് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ നേരത്തെ വീഡിയോയിൽ നമ്മുടെ ഉറക്കത്തിനെയും ന്യൂട്രീഷനും അതുപോലെ ഇപ്പോൾ എക്സസൈസിനെ കുറിച്ചും സംസാരിച്ചു. ഈ 3 കാര്യങ്ങളും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. പക്ഷെ അത് ഒരിക്കലും ഒരു പ്രൊഫഷണൽ സപ്പോർട്ടുമായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ടടുത്ത് പ്രൊഫഷണൽ ഹെൽപ്പ് തന്നെ വേണം. സോ നമുക്കെല്ലാവർക്കും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കുറച്ച് മോഡിഫൈ ചെയ്താൽ തന്നെ നമുക്ക് ഒത്തിരി നമ്മുടെ മൂഡിലും നമ്മുടെ ഇമോഷൻസിലും നമ്മുടെ സ്വഭാവത്തിലും ഒക്കെ നല്ല മാറ്റങ്ങൾ കാണാം. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.